ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ കറിയിൽ സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂണും പെരിഞ്ജീരകം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 സവോളയും 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. പുളിക്ക് ആവശ്യമായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി ഇളക്കി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റോളം സമയം വേണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കായ വൃത്തിയാക്കി എടുക്കാം. ഒരു 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്, നേന്ത്രക്കായ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിലെ കാമ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ, അതെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി മാത്രം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുകയാണ്. ഈ വേവിച്ചെടുത്ത നേന്ത്രക്കായ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരൊറ്റ വിസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും. പിന്നെ കുറച്ച് കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചിക്കൻ കറിയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ഒന്ന് പാകമാണോ നോക്കണം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇനി ഈ ചാറൊന്ന് കുറുകി വരുന്നവരെ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.